ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ചാണ്. 100% റിസൾട്ട് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്തായാലും ഉണ്ടാവും. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എൻ്റെ കൈക്ക് വന്ന മാറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. ഈ ഒരു ബ്ലീച്ചിൻ്റെ ഒരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങളെ മുഖത്തുണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറാനും അതുപോലെ തന്നെ രോമ വളർച്ച കുറക്കാനും ഒക്കെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു കളർ കിട്ടുന്ന ഒരു ബ്ലീച്ചാണിത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പാർട്ടിയിലുണ്ടാകുമ്പോൾ ഇത് ചെയ്തിട്ട് മേക്കപ്പെല്ലാം ഇട്ടാലാണെങ്കിൽ ഒരു എക്സ്ട്രാ ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ് നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ ബ്ലീച്ച് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ നിങ്ങളെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത 2 ടേബിൾ സ്പൂണ് പുളിവെള്ളം എടുക്കുക. അതായത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞെരടി എടുത്താൽ നല്ല കട്ടിയിലുള്ള ഈ പുളിവെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ കട്ടി തന്നെ എടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയിലുള്ള പുളിവെള്ളം ഞെരണ്ടി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യണം. അതായത് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് 1 ടേബിൾ സ്പൂണോളം എന്നുള്ള കണക്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുളിവെള്ളം നല്ല കട്ടിയുള്ളത് തന്നെ എടുക്കണം കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ എടുക്കുക. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം, 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്. ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മൾ ആഡ് ചെയ്താൽ നല്ലൊരു ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. നമ്മൾ മുഖത്തേക്ക് ഇത് ഇട്ടാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഈ പുളിവെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ലോണം ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രൈ ആകുന്ന ഒരു ഇറിറ്റേഷൻ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചത് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞളിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ ആ പാക്കറ്റിലുള്ള പൊടി ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ. 1/2 ടീസ്പൂണ് മതി. 1/2 ടീസ്പൂണിൽ കുറവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ അരിപ്പൊടിയാണ്. അരിപ്പൊടീൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഏതാണ് നിങ്ങൾക്ക് മുഖത്ത് സൂട്ടാകുന്നത് എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കഞ്ഞിയുടെ വെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിനായാലും മുടിക്കായാലും എല്ലാം വളരെ നല്ലതാണ്. മുടി വളരാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. തലക്ക് നല്ല തണുപ്പാണത്. അതേപോലെ മുഖത്തിനുള്ള ഒരു ഉപയോഗം എന്തെന്നാന്ന് വെച്ചാൽ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്ത് മുഖം കഴുകുക എന്നാണെങ്കിൽ നമുക്ക് ഈ വെയിൽ കൊണ്ടിട്ട് വരുന്ന ആ ഒരു കരുവാളിപ്പുണ്ടല്ലോ അത് മാറ്റിയെടുക്കാൻ കഞ്ഞിവെള്ളം ഒരുപാട് സഹായിക്കും. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കഞ്ഞിവെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ഒരു പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല എന്നുള്ള രീതിക്ക് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് ഞാൻ എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഒരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നമ്മളിതിൽ മഞ്ഞൾ ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. മഞ്ഞൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് വരുന്ന രോമ വളർച്ച ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉള്ള രോമത്തിൻ്റെ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം അത് സഹായിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. മുഖം കഴുകിയതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ട് മുഖം ഒന്ന് ഒരു 2 മിനിറ്റൊന്നും വേണ്ട, 1 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മുഖത്തൊന്ന് മസാജ് ചെയ്തെടുക്കുക ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കുലാർ മോഷനിൽ 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ വേണം നമ്മുടെ മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഇതിന് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്
തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുഖം ഇടയ്ക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ മസാജ് ചെയ്യുന്ന നേരം ശ്രദ്ധിക്കേണ്ടത് സർക്കുലർ മോഷനിലായിരിക്കണം. പിന്നെ താഴെ നിന്ന് മേലോട്ടേക്കാണ് നമ്മളെപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലയെന്നാണെങ്കിൽ നമ്മളെ സ്കിന്ന് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 മിനിറ്റ് എല്ലാവരും മുഖത്ത് സർക്കുലർ മോഷനിൽ താഴെ നിന്ന് മേലോട്ടേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഞാനിതിവിടെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ബ്ലീച്ചാണ്, ശരിക്കും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ബ്ലീച്ചാണിത്. പുളി നല്ലൊരു ബ്ലീച്ചാണ്, അതേപോലെ തന്നെയാണ് ലെമണും. അപ്പം ഞാൻ ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെ മുഖത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂവോ ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. സാധാരണ പൈപ്പ് വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ 2 കൈ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ബ്ലീച്ചാണ്, നാച്ചുറൽ ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ മുഖത്തുള്ള ഒരുപാട് രോമ വളർച്ച ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ വെയിൽ കൊണ്ടിട്ട് വന്ന ആ ഒരു കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ബ്ലീച്ചാണിത്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് മുഖത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിത് കൈ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒറ്റ യൂസ് കിട്ടിയ ഒരു റിസൾട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് എൻ്റെ 2 കൈയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഞാൻ അപ്ലൈ ചെയ്യാത്ത കൈ നല്ല ഡള്ളായിട്ടാണുള്ളത്. അപ്ലൈ ചെയ്ത കൈ നല്ലൊരു കളറും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയതുപോലെയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിലരുടെ മുഖത്തിൽ അവിടെ എവിടെയായിട്ട് കറുത്ത പാടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുതരം കരുവാളിപ്പായിരിക്കും ഉണ്ടാകുക. ഈ ഡിസ്കളറേഷൻ എന്നെല്ലാം പറയില്ലേ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ് ഈ പുളീനെ കൊണ്ടുള്ള ഈ ഒരു ബ്ലീച്ച് എന്ന് പറയുന്നത്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടിട്ട് എൻ്റെ 2 കൈയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം തന്നെ കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള ആ ഡിസ്കളറേഷൻ എല്ലാം മാറി ഒരു ഈവൺ ആയിട്ടുള്ള ഒരു കളർ കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിതിൽ മഞ്ഞൾ ആഡ് ചെയ്തതുകൊണ്ട് നമ്മുടെ മുഖത്ത് വരുന്ന രോമത്തിൻ്റെ ആ ഒരു കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും രോമ വളർച്ച കുറക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഇത് സഹായിക്കും. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിൽ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലീച്ച് ആയിട്ടാണ് ഇത് തോന്നിയത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് റിമൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുളി നന്നായിട്ട് മുഖത്തിനെ ഡ്രൈ ആക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.